അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. ഇന്ന് നമ്മുടെ നാട്ടിൽ നടക്കുന്ന സംഭവം നാണക്കേട് മൂലം അവരുപോലും നമ്മളിൽ നിന്നും മറച്ചു വെക്കുന്ന സംഭവങ്ങളാണ് നമ്മളൊരു കഥാരൂപേണ നിങ്ങളുടെയൊക്കെ മുന്നിലെത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആളുകളുടെ പേരും പറയില്ല, വീടും പറയില്ല, നാടും പറയില്ല. അപ്പോൾ ആളുകൾ പറയും, ആളുകളുടെ പേര് നിങ്ങൾക്ക് പറഞ്ഞുകൂടെയെന്ന്. പ്രിയപ്പെട്ടവരെ, നിങ്ങളൊന്ന് മനസ്സിലാക്കേണ്ടത്, സംഭവിച്ചവർക്കും സംഭവം നടത്തിയവർക്കും യാതൊരു പ്രശ്നവും ചിലപ്പോൾ ഉണ്ടാവില്ല. അത് കണ്ടു നിന്ന നമുക്കായിരിക്കും പ്രശ്നം. ഇതുപോലുള്ള സംഭവങ്ങൾ നിങ്ങളുടെയൊക്കെ മുന്നിലെത്തിക്കുന്നത് ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ടുള്ള സദുദ്ദേശം മാത്രം ഉദ്ദേശിച്ചാണ്. ചിലരുടെ ജീവിതത്തിൽ നിന്നും ചിലപ്പോൾ നമുക്ക് എന്തൊക്കെയോ പഠിക്കാനുണ്ടാകും, എന്തൊക്കെയോ മനസ്സിലാക്കാനുണ്ടാകും. എന്നുവെച്ചാൽ അവർ പോലും മറച്ചു വെച്ച സംഭവങ്ങളാണ്. നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ടെന്ന് നമ്മൾ പോലും അറിയാത്ത സംഭവങ്ങൾ. അത് നമ്മളിലേക്ക് എത്താതിരിക്കുമ്പോൾ നമ്മൾ തന്നെ അവിടെ തോറ്റുപോവുകയാണ്. ചിലപ്പോൾ നമുക്ക് അതിലൂടെ തിരുത്താൻ പലതും ഉണ്ടാകും. ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അവിഹിതത്തെക്കുറിച്ചാണ്. ഇന്ന് അതാണ് ട്രെൻഡ്, ഇന്ന് അതാണ് വൈറൽ. പ്രിയപ്പെട്ടവരെ, അവിഹിതം എന്ന് പറയുന്നത് വല്ലാത്തൊരു സംഭവമാണ് കേട്ടോ. അവിഹിതം എന്ന് പറയുന്നത് പലരുടെയും ജീവനും ജീവിതവും ഇല്ലാതാക്കിയിട്ടുള്ള വലിയൊരു ട്രാപ്പാണത്. അത് മനസ്സിലാക്കാൻ നമുക്ക് അത്ര പെട്ടെന്നൊന്നും സാധിക്കില്ല. വല്ലാത്തൊരു ലഹരിയാണത്. അതിൽ പെട്ടുപോകുന്നതാണ്, അതിൽ നമ്മളെ പെടുത്തുന്നതാണ് ചിലർ. നമ്മുടെ ദുർബലം മനസ്സിലാക്കി ചിലർ നമ്മളെ പെടുത്തുന്നതാണ്. നമ്മൾ അവർക്ക് നമ്മുടെ ദുർബലം മനസ്സിലാക്കി കൊടുക്കുകയാണ്. അതിലൂടെയാണ് നമ്മളെ അവർ ട്രാപ്പിലാക്കുന്നത്. അവിഹിതം തുടക്കത്തിൽ നല്ല രസമാണ്, പക്ഷെ അതൊരു വലിയൊരു പ്രശ്നത്തിലേക്ക് എത്തുമ്പോഴാണ് അതിൻ്റെ ആ ഒരു ഭീകരാവസ്ഥ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. അതുവരെ നമുക്കൊന്നും മനസ്സിലാവില്ല. നല്ല രസമാണ്. അത് നമ്മുടെ തലയിലേക്ക് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ഓർമ്മ ഉണ്ടാവില്ല. നമുക്ക് കുടുംബമുണ്ടെന്നോ, നമുക്ക് മക്കളുണ്ടെന്നോ, നമുക്ക് ഭർത്താവുണ്ടെന്നോ ഒന്നും ചിന്തയുണ്ടാവില്ല ആ ഒരു ട്രാപ്പിലേക്ക് വീണ് കഴിഞ്ഞാൽ. ഇന്ന് അങ്ങനെയാണ് ഈ അടുത്തടുത്തായി 2, 3, 4 മക്കളുള്ള സ്ത്രീകൾ ഭർത്താവിനെയും മക്കളെയും ഉപേക്ഷിച്ച് ഒന്നും നോക്കാതെ കടന്നു കളഞ്ഞത്. ഈ അടുത്തായി നടന്ന സംഭവം ബാലുശ്ശേരിയിൽ. അവർക്ക് എന്താണ് സംഭവിച്ചത്? നമ്മൾ അവരെക്കുറിച്ച് ഒരു വീഡിയോ മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതും കുറ്റപ്പെടുത്തുന്ന രീതിയിലോ മോശപ്പെടുത്തുന്ന രീതിയിലോ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല. എന്നുവെച്ചാൽ അതിൻ്റെ സത്യാവസ്ഥ അവർക്കും ആ നാട്ടുകാർക്ക് പോലും അറിയില്ല. അതാണ് സത്യം. സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ആളുകൾ വീഡിയോ ചെയ്തിട്ട് നമ്മളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മളെപ്പോലെ അവർ പറയുന്നതാണ് നമ്മൾ കേൾക്കുന്നത്, അവർ പറയുന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നിങ്ങൾ ഏതെങ്കിലും ഒരു ന്യൂസ് ചാനലിൽ അവർ പറയുന്നതുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും സംഭവങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എല്ലാവരും അവരുടേതായ അഭിപ്രായങ്ങൾ പറയുന്നു. ശരിക്കും ആ സ്ത്രീ ഇപ്പോൾ പോയതുപോലെ തന്നെ അവൾ തിരിച്ചെത്തിയിരിക്കുകയാണ്. അവൾ ഒരു തെറ്റ് ചെയ്തത് കുഴി പേടിച്ച് പടുക്കുഴിയിലേക്ക് പോയതാണ്. ഭർത്താവ് ശരിയല്ല എന്ന് പറഞ്ഞാണ് സ്വന്തം മോനെയും കൊണ്ട് മറ്റൊരാളുടെ കൂടെ പോകുന്നത്. അയാൾക്കാണെങ്കിൽ 3 മക്കളും ഭാര്യയുമുണ്ട്. അയാൾ ഇങ്ങനെയുള്ള ഒരു ഇരയെ കാത്തു നിൽക്കുകയായിരുന്നു. അയാളും വലിയ പ്രശ്നത്തിലാണ്. പക്കാ ഫ്രോഡായിരുന്നു അയാൾ. ഭാര്യയും 3 മക്കളെയും ഉപേക്ഷിച്ച് പോകണമെങ്കിൽ അയാൾ പുണ്യാളനായിരിക്കോ? അത് ചിന്തിക്കാനുള്ള ബുദ്ധി ഈ ഇറങ്ങിപ്പോകുന്ന നമ്മുടെ സ്ത്രീകൾക്കില്ല. ചിന്തിക്കണം. ഇതൊക്കെ അറിയാവുന്ന കാര്യങ്ങളാണ്. അയാളുടെ നോട്ടം ആ പെണ്ണിൻ്റെ ശരീരമായിരുന്നു, ആ പെണ്ണിൻ്റെ സ്വർണത്തിലായിരുന്നു. വലിയ കഷ്ടപ്പാടിലാണ്. ഇതുപോലെ തന്നെ അയാൾ പല പീഡനങ്ങളും നടത്തിയിട്ടുണ്ടത്രേ. ഇപ്പോഴാണ് മനസ്സിലായത്. ആ പെണ്ണ് ഇറങ്ങിപ്പോകുമ്പോൾ ഇതൊന്നും ആലോചിച്ചില്ല. എനിക്കൊരു ഭർത്താവുണ്ടെന്നോ, എനിക്കൊരു കുടുംബമുണ്ടെന്നോ, നാളെ ഞാൻ സമൂഹത്തിൽ മോശക്കാരിയാകുമെന്നോ ഒന്നും ആ ഒരു സമയത്ത് ചിന്തയിൽ വന്നില്ല. അതാണ് അവിഹിതം. ഇപ്പോൾ അതിൻ്റെ ഭവിഷ്യത്ത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, അനുഭവിക്കാൻ കിടക്കുകയാണ്. കുറെ നാളുകളൊന്നായില്ല, ദിവസങ്ങളേ ആയുള്ളൂ. ദേ സംഭവിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഇവരുടെ സ്വർണത്തിന്മേൽ കണ്ണുവെച്ച അയാൾ സ്വർണം പണയം വെക്കാൻ ചോദിച്ചത്രേ. അങ്ങനെ അടിയും പിടിയും ഒക്കെയായി അവസാനം അവൻ്റെ തല്ലും വാങ്ങി സ്വന്തം കുടുംബത്തിലേക്ക് തിരികെയാണ്. ഇപ്പോൾ ഭർത്താവിന് വേണ്ട, ഭർത്താവിന് അയാളുടെ മകനെ മാത്രമേ വേണ്ടൂ. ഭർത്താവ് മകനെയും കൊണ്ട് അയാളുടെ വീട്ടിലേക്ക് പോയി. ഇവളാണെങ്കിൽ ഇവളുടെ കുടുംബത്തിലേക്കും. ഇപ്പോൾ ആരുമില്ലാതായി. സമൂഹത്തിൽ ഇത്ര നാറിയൊരു സ്ത്രീ ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അത്രയ്ക്ക് വൈറലായിരുന്നു ഈ ഒരു സംഭവം. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഒരു സത്യാവസ്ഥ ആർക്കും അറിയില്ല, പുറത്തു വന്നിട്ടുമില്ല. ആളുകളൊക്കെ പലതും പറയുന്നു. ഈ കുട്ടിയെ എന്തോ മോർഫ് ചെയ്ത ഫോട്ടോ ഇയാൾ കാണിച്ച് ഭീഷണിപ്പെടുത്തിയാണ് ഈ ഒരു സ്ത്രീയെ കൊണ്ടുപോയതെന്ന്. എന്തോ നമുക്ക് വിശ്വാസം വരുന്നില്ല. നമ്മൾ ആ CCTV ദൃശ്യങ്ങളൊക്കെ കണ്ടതാണ്. തോളോട് തോള് ചേർന്ന് നിന്ന് അവർ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ കടയിൽ നിന്ന് വാങ്ങിക്കുന്നത്. അവിടെ പിടിയും വലിയോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. അപ്പോൾ അങ്ങനെയാണ് അവിഹിതങ്ങളുടെ കിടപ്പ്. നമുക്കറിയാത്ത പലതും നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട്. നാണക്കേട് കാരണം മറച്ചു വെക്കുന്ന സംഭവങ്ങൾ. അങ്ങനെയുള്ള സംഭവങ്ങൾ ഒരു കഥാരൂപേണ നിങ്ങളുടെയൊക്കെ മുന്നിലെത്തുമ്പോൾ അതിൽ നിങ്ങൾക്ക് പഠിക്കാനും മനസ്സിലാക്കാനും എന്തെങ്കിലും ഉണ്ടാകും. അവിഹിതം എന്ന് പറയുന്നത് പലരുടെയും ജീവിതം നശിപ്പിച്ചിട്ടേ ഉള്ളൂ.
അതിലൂടെ ആർക്കും ഒന്നും നേടിയെടുക്കാനും സാധിച്ചിട്ടില്ല. ഭർത്താവ് ശരിയല്ല, കുടുംബം ശരിയല്ല എന്നും പറഞ്ഞാണ് ഓരോ പെണ്ണും ഇങ്ങനെ ഇറങ്ങിപ്പോകുന്നത്. എൻ്റെ സഹോദരിമാരെ, ഒരു ദാമ്പത്യ ജീവിതവും 100% ക്ലിയർ അല്ല കേട്ടോ. എല്ലാവരുടെ ദാമ്പത്യ ജീവിതത്തിലും ഓരോരോ പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളെ നമ്മൾ അതിജീവിക്കുക. അങ്ങനെയാണ് ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോകേണ്ടത്. ഭർത്താവ് ശരിയല്ലെങ്കിൽ ശരിയാക്കുക. ആ മിസ്റ്റേക്കാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. അത് ശരിയല്ലെങ്കിൽ നമ്മളത് ശരിയാക്കണം. എന്നിട്ട് നല്ല രീതിയിൽ പടച്ചറബിന്റെ മുന്നിൽ ജീവിച്ച് കാണിച്ചു കൊടുക്കുക. അത് സഹിച്ചിട്ടായാലും പുറത്തിട്ടായാലും. നമ്മുടെ ജീവന് ഭീഷണിയാകുമ്പോഴാണ് മറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടതുള്ളൂ. അതുകൊണ്ട് എല്ലാവരുടെ ജീവിതത്തിലും ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട്. നിങ്ങൾ പറയുന്നേക്കുന്നില്ലേ, കഞ്ഞിക്കലമാകുമ്പോൾ തട്ടിയും മുട്ടിയൊക്കെ ഇരിക്കുമെന്ന്. അത് തന്നെ. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് സോഷ്യൽ മീഡിയയുമായി ബന്ധപ്പെട്ടതാണ്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്നവർ ഇത് ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് നമ്മുടെ ഇൻസ്റ്റാഗ്രാം. ഇതൊക്കെ ഒരു ലഹരിയാണെന്ന്. കഞ്ചാവും മയക്കുമരുന്നും MDMA മാത്രമല്ല ലഹരി. നമുക്കൊന്നിനോടുണ്ടാകുന്ന അമിതമായ ഇഷ്ടം അതൊരു ലഹരി തന്നെയാണ്. അമൃതവും വിഷം എന്ന് പറയുന്നേക്കുന്നില്ലേ, അതിന് സോഷ്യൽ മീഡിയയിലൂടെ ആരംഭിച്ച ഒരു പരിചയം ഒടുവിൽ ആ കുടുംബം പോലും ഒഴിവാക്കേണ്ടി വന്ന ഒരു കഥയാണിത്. അപ്പോൾ ആ ഒരു കുടുംബത്തിലേക്ക് നമ്മൾ കയറി ചെന്നാൽ 15 വർഷമായി വിവാഹം കഴിഞ്ഞ് ജീവിക്കുന്ന 14, 8, 6 വയസ്സുള്ള 3 മക്കളടങ്ങുന്ന കുടുംബം. ഈ ഒരു സ്ത്രീക്ക് 38 വയസ്സാണ്. 24 മണിക്കൂറും സോഷ്യൽ മീഡിയയിലാണ്. ഇവരുടെ ഫേവറേറ്റ് ഇൻസ്റ്റാഗ്രാമാണ്. ഏത് നേരവും ഇൻസ്റ്റാഗ്രാം റീൽസ് കാണുന്നത് ഇവർക്കൊരു ലഹരിയാണ്. അങ്ങനെ ഇൻസ്റ്റാഗ്രാമിലൂടെ ഒരു സുന്ദരനായ ചെറുപ്പക്കാരനുമായി പരിചയത്തിലാവുകയാണ്. ഒന്നുമില്ല, സാധാരണ ഒരു പരിചയം. അതാണ് രസം. ആ ചെറുക്കന് 18 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. ഇവർ തമ്മിൽ ആദ്യമൊക്കെ ചാറ്റിംഗ് ബന്ധമായിരുന്നു, ഒരു സുഹൃത്തിനെ പോലെ. ഈ അടുത്തായിട്ടാണ് ഇത് തുടങ്ങിയത്. തുടക്കത്തിലൊക്കെ സാധാരണ സംഭാഷണങ്ങളായിരുന്നു. പിന്നെ അത് ചാറ്റിംഗ് ആയി, പിന്നെ വീഡിയോ കോളുകളായി, പിന്നെ അത് വളർന്ന് അതൊരു വലിയൊരു പ്രണയത്തിലേക്ക് പോവുകയാണ്. പ്രണയം, മണ്ണാങ്കട്ട. എന്ത് പ്രണയമാണോ ഇത്? ഇതിനൊക്കെയാണോ പ്രണയം എന്ന് പറയുക? നമ്മളെ നൊന്തു പ്രസവിച്ച നമ്മുടെ മാതാവിനെയും നമ്മളെ ജീവന് തുല്യം സ്നേഹിക്കുന്നവരെയും ഉപേക്ഷിച്ചു പോവലാണോ പ്രണയം? പെറ്റ ഉമ്മയോടുപോലും തോന്നാത്ത സ്നേഹം എങ്ങനെയാണോ ഇന്നലെ കണ്ടവന്മാരോട് നമുക്ക് തോന്നുക? അത് തന്നെ നമുക്ക് ചിന്തിച്ചാൽ പോരെ. പ്രണയമെല്ലാം മണ്ണാങ്കട്ടയാണ്. ഇതൊക്കെ വെറും ഒരു കാമത്തിന്റെ പേരിൽ തോന്നുന്നതാണ്. അതിന്റെ ഭവിഷ്യത്തുകൾ ഇവർ മനസ്സിലാക്കില്ല ആ ഒരു സമയത്ത്. സോഷ്യൽ മീഡിയയിലൂടെ ഇന്ന് നമ്മുടെ പെണ്ണുങ്ങൾ വേറെ ഏതോ ഒരു ലോകത്താണ്, ഒരു വിസ്മയ ലോകത്ത്. അതിൽ നിന്നും നമ്മുടെ ഉമ്മത്തീങ്ങളെ തിരിച്ചു കൊണ്ടുവരണ്ടേ? 38 വയസ്സുള്ള ആ ഒരു സ്ത്രീ 18 വയസ്സുകാരനുമായി പ്രണയത്തിലാവുകയാണ്. ജീവന് തുല്യം സ്നേഹിക്കുന്ന ഭർത്താവുണ്ട്. 14 വയസ്സുള്ള മക്കളടക്കം 3 മക്കളുണ്ട്. ആ ഒരു സ്ത്രീക്കാണ് ഇങ്ങനെ തോന്നിയത്. അവിഹിതം തലക്ക് പിടിച്ചാൽ പിന്നെ പെണ്ണിന് ഭ്രാന്താണ്. പിന്നെ നമ്മുടെ പഞ്ചാരവാക്കൊന്നും അവിടെ ഫലിക്കില്ല. കുടുംബത്തിൽ ദീനീബോധം വർദ്ധിപ്പിക്കണം. നാണക്കേടായ വിഷയങ്ങളായതുകൊണ്ട് തന്നെ ഇതൊന്നും നാടും നാട്ടുകാരൊന്നും അറിയില്ല. കേസായാൽ നാട് മുഴുവൻ നാണം കെടുമെന്ന് കരുതി ചിലർ ഇതൊക്കെ മറച്ചു വെക്കുകയാണ്. ഇത് നമ്മുടെ സമൂഹത്തിൽ പാഠമാകേണ്ട കേസുകളാണ്. നാളെ ഇത് മറ്റൊരാൾക്ക് സംഭവിക്കാതിരിക്കാൻ നമ്മൾ ഓരോരുത്തരും ഇതൊക്കെ അറിയേണ്ടതാണ്. 3 മക്കളെയും വിട്ട് ആ സ്ത്രീ 18 വയസ്സുകാരൻ്റെ കൂടെ ഒളിച്ചോടിപ്പോയി. കുറച്ചു കാലം രണ്ടുപേരും സന്തോഷത്തോടെ ഒരുമിച്ച് ജീവിച്ചു. ഇങ്ങനെ പോകുന്നവർക്കൊക്കെ പരസ്പരം തന്നെ സംശയങ്ങളുണ്ടാകും. അങ്ങനെ ഈ ചെറുക്കൻക്ക് ഇവളിൽ സംശയം ഉണ്ടാവുകയാണ്. പ്രശ്നം ഇവളുടെ ഫോണിനോടുള്ള കളി തന്നെ. ഇവൾ ആരോടോ സംസാരിക്കുന്നതായി ഈ ചെറുക്കന് തോന്നി. എന്നോടൊപ്പം വന്നവളല്ലേ, ഇവളെ ഞാൻ എങ്ങനെ വിശ്വസിക്കും എന്നായിരിക്കും ഓരോ ആണുങ്ങളും ചിന്തിക്കുക. അതാണ് നിങ്ങൾക്ക് മനസ്സിലാവാത്തത്. ഇന്ന് നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരെയൊക്കെ ഉപേക്ഷിച്ച് ഇന്ന് കണ്ട എൻ്റെ കൂടെ ഇറങ്ങി വന്ന നിന്നെ ഞാൻ എങ്ങനെ വിശ്വസിക്കും എന്നായിരിക്കും നിങ്ങൾ ഇറങ്ങിപ്പോയ ആളുടെ ഉദ്ദേശം. ആ ഒരു കണ്ണിലൂടെയായിരിക്കും നിങ്ങളെ എന്നും കാണുക. അങ്ങനെ ചെറുക്കന് ഇവളെ സംശയമായി, പ്രശ്നമായി. കുറച്ച് നാളുകളെ ആയുള്ളൂ. ഇങ്ങനെ തന്നെയാണ് പല അവിഹിത ബന്ധങ്ങളുടെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. അങ്ങനെ ഈ ചെറുക്കൻ ആ സ്ത്രീയെയും അവിടെ ഉപേക്ഷിച്ച് ചെക്കൻ്റെ കുടുംബത്തിലേക്ക് പോയി. ഇവരുടെ നാടുമായി എത്രയോ ദൂരമാണ് ഇവരൊരു വാടക ക്വാർട്ടേഴ്സ് എടുത്ത് അവിടെ ജീവിക്കാൻ തുടങ്ങിയത്. ഒരു സുപ്രഭാതത്തിൽ രാവിലെ നോക്കുമ്പോൾ ചെറുക്കനെ കാണുന്നില്ല. 18 വയസ്സല്ലേ ഉള്ളൂ. അത്രയൊക്കെ ഉദ്ദേശിച്ചാൽ മതി. ചെറുക്കൻ്റെ വീട്ടിൽ പോയി കിടന്നുറങ്ങി. ഇവള് തനിച്ചായി പോയി. അങ്ങനെ സംഭവം നാട്ടുകാരും പോലീസും ഒക്കെ അറിഞ്ഞ് ഇവളെ മിസ്സായ അന്ന് മുതൽ ആ ഭർത്താവ് 3 കുട്ടികളെയും കൊണ്ട് ഇവളെ അന്വേഷിക്കാത്ത സ്ഥലങ്ങളില്ല. അങ്ങനെ പോലീസിൽ അയാൾ പരാതി കൊടുത്തിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഇയാളെ വിവരമറിയിക്കുകയും ചെയ്തു. അയാൾ അവളെ സ്വീകരിക്കാൻ തയ്യാറാണ്. 3 മക്കളെയും കൊണ്ട് അയാൾ എന്ത് ചെയ്യാനാണ്? എന്നിട്ടും അവളുടെ ആ ഒരു തലയിൽ നിന്നും ഈ ഒരു ലഹരി കെട്ടടങ്ങിയിട്ടില്ല, പ്രണയത്തിൻ്റെ. അവനെ വേണമെന്ന് തന്നെയാണ്. മക്കൾ മാതാവിൻ്റെ മുന്നിൽ അലമുറയിട്ട് കരയുകയാണ്.
തിരിച്ച് നമ്മുടെ കുടുംബത്തിലേക്ക് വായോ എന്ന് പറഞ്ഞുകൊണ്ട് ആ പാവം മനുഷ്യൻ അവളെ സ്വീകരിക്കാനും തയ്യാറായിരുന്നു. ഇവൾക്കാണെങ്കിൽ അവനോടുണ്ടായ ആ ഒരു ലഹരി വിട്ടുമാറുന്നുമില്ല. അവനെ തന്നെ വേണമെന്നായിരുന്നു, ചെറുക്കനാണെങ്കിൽ അവളെ വേണ്ടെന്നായിരുന്നു. വിശ്വസിക്കാൻ പറ്റാത്ത കഥയാണ്. ഇതൊരു ജീവിത കഥയായതുകൊണ്ട് തന്നെ സിനിമയെ പോലെ ക്ലൈമാക്സ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ. ആ സ്ത്രീ ഒരൊറ്റ വാക്കായിരുന്നു, എനിക്ക് അവനെ തന്നെ വേണമെന്ന്. ആ ഒരു പ്രണയം അങ്ങ് പിടിച്ചിരിക്കുന്നു അവളുടെ ഹൃദയത്തിൽ. ആ ഒരു തീക്കനൽ കെട്ടടങ്ങും മുന്നെയാണ് ആ ഒരു 18 വയസ്സുകാരൻ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയി കളഞ്ഞത്. ഇപ്പോഴും അവള് കുടുംബത്തിലേക്ക് പോവില്ല എന്ന ഒറ്റ വാശിയിലാണ്. അവസാനം ഒരുപാട് ആളുകൾ അവളെ ഉപദേശിച്ചും കൗൺസിലിംഗ് നടത്തിയും ആ പെണ്ണിന്റെ മനസ്സ് മാറ്റിയെടുക്കേണ്ടി വന്നു. ആ ഒരു അവിഹിതത്തിന്റെ ശക്തി നിങ്ങളൊന്ന് നോക്കിയേ. പ്രശ്നങ്ങളുണ്ടാകണം, എന്നാലേ ഇതിന്റെ ഒരു ഭീകരാവസ്ഥ അവർക്ക് മനസ്സിലാവുകയുള്ളൂ. ഇത് പ്രശ്നമുണ്ടായിട്ടില്ല, അവൻ ഇറങ്ങിപ്പോയതാണ്. അവളുടെ മനസ്സിലെ ആ ഒരു പ്രണയത്തിന്റെ തീയാണെങ്കിൽ കെട്ടടങ്ങിയിട്ടുമില്ല. അങ്ങനെ ഒരുപാട് കാലു പിടിച്ച് പറഞ്ഞിട്ട് ആ പാവം മനുഷ്യൻ അവളെയും കൊണ്ട് കുടുംബത്തിലേക്ക് പോയി. ഇനി അവരുടെ ജീവിതം എങ്ങനെയായിരിക്കും? ഇങ്ങനെയും ആളുകളുണ്ട് നമ്മുടെ സമൂഹത്തിൽ. അവിശ്വസനീയമായ കഥകൾ. പടച്ചറബ് എല്ലാവരെയും നന്നാക്കി തരട്ടെ, നല്ല ബുദ്ധി തോന്നിച്ചു കൊടുക്കട്ടെ. ഇൻഷാ അല്ലാഹ് ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.